നമസ്കാരം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, കൊല്ലം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത 3 മണിക്കൂറിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തടക്കം തോരാ മഴയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള 17 ഡാമുകളിൽ 6 ഡാമുകളിൽ സംഭരണശേഷിയുടെ പൂർണ്ണ അളവിലാണ് ഇപ്പോൾ വെള്ളമുള്ളത്. മൂഴിയാർ, പൊന്മുടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ ഡാമുകളാണ് സംഭരണശേഷിയുടെ പൂർണ്ണ തോതിൽ വെള്ളം നിറഞ്ഞ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വിടുന്നുമുണ്ട്. വൈദ്യുതി വകുപ്പിന്റെ അധീനതയിലുള്ള പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് എല്ലാ ഷട്ടറുകളുടെയും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ ഡാമിന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കിയിലും മഴ തിമിർത്ത് പെയ്യുകയാണ്. ഇടുക്കി ഡാം തുറന്നുവിടേണ്ടി വന്നാൽ അത് വലിയ ആശങ്കയായി മാറും. കൊച്ചിയിലടക്കം അത് ദുരിതമാകും. KSEBയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണ പാളി എന്ന വിലയിരുത്തൽ ഉയർന്നു കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. പക്ഷേ മിക്ക ജില്ലകളിലും മഴയ്ക്ക് കുറവില്ലെന്നതാണ് വസ്തുത. ഇത് ആശങ്ക കൂട്ടുന്നുണ്ട്. മലയോരത്ത് കനത്ത ജാഗ്രതയാണ്. ഈ സീസണിലെ ആദ്യ തീവ്ര മഴ ദിവസങ്ങൾ അവസാനിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ്. മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. കാലവർഷക്കെടുതിയിൽ ഇന്നലെ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത്. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 9 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. സഹായമാത, ഫാത്തിമ മാത എന്നീ വള്ളങ്ങളിലെ തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. രാത്രി വൈകിയും കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നു. അതേസമയം അതിശക്തമായ കാറ്റിൽ വൻ കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ വീശിയടിച്ച കാറ്റ് മലയോര മേഖലകളിൽ കൃഷിനാശമുണ്ടാക്കി. നഗരത്തിൽ കേരള ബാങ്കിന്റെ മേൽക്കൂരയിലെ റൂഫിംഗ് കാറ്റിൽ പറന്നുപോയി. കഴക്കൂട്ടത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. അതിശക്തമായ കാറ്റിൽ കൃഷിനാശത്തിനൊപ്പം വൈദ്യുതി വകുപ്പിന് വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഈ 36 വീടുകൾ പൂർണ്ണമായും തകർന്നു. 2656 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 19513 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. 2594 സ്ഥലങ്ങളിൽ ഹൈ ടെൻഷൻ ലൈനുകളും 52093 സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടി വീണു. വിതരണ മേഖലയിൽ 138 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. 75 ലക്ഷം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സം നേരിട്ടു. നിരവധി ട്രെയിനുകൾ വൈകിയോടുന്ന സ്ഥിതിയായി. പല ട്രെയിനുകളും 6 മണിക്കൂർ വരെ വൈകിയാണ് ഓടിയത്. മംഗലാപുരത്തിന് സമീപം ഇന്നലെ മരം വീണതിനെ തുടർന്ന് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകിയാണ് ഓടിയത്. വടക്കൻ കേരളത്തിൽ ദേശീയപാതയിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിലുണ്ടായി.